Hello, we're going in the hills. Yeah. The day 2. Time 3:30. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ നന്ദി ഹിൽസിലേക്ക് പോവാണ് കേട്ടോ. സമയം ഇപ്പോൾ 3:30 മണിയാണ്. ഞങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റിട്ട് രാവിലെ തന്നെ സൂര്യോദയം കാണാനുള്ള ആ ഒരു ആകാംക്ഷയോടെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ മെയിൻ റോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത്ര റോട്ടിൻ്റെ മുകളിൽ തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ ഈ ബാംഗ്ലൂരിലെ ട്രാഫിക് എന്ന് പറയുന്നത്. ഞങ്ങൾ ഹിൽസ് കയറി ഗൂഗിൾ മാപ്പ് തന്ന വഴിയിലൂടെ ആട്ടോ എത്തിയത്. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സ്റ്റോപ്പായി. പിന്നെ ഞങ്ങൾ അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഈ ഒരു റൂട്ടിലേക്ക് എത്തിയത്. കുന്ന് കയറാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഗൂഗിൾ മാപ്പിൽ റെഡ് ലൈൻ കാണിച്ചിരുന്നു. റെഡ് ലൈൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര ബ്ലോക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ അവിടെ ഒരു 5 മണിക്ക് എത്തി. പക്ഷേ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ. 6:40 6:30 ആയപ്പോഴാണ് ഞങ്ങളൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം വണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പല വഴികളായിട്ടാണ് ആൾക്കാർ നിന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊരു ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോകുന്ന എല്ലാവരും ഒരു ലൈനിലൂടെ തന്നെ പോവുകയാണെങ്കിൽ അത് ഭയങ്കര എളുപ്പമായിട്ട് പോകാമായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഓവർടേക്കിങ്സ് ആണ് നമ്മൾക്ക് റോഡിൽ ഇത്രയധികം ബ്ലോക്കുകൾ ഉണ്ടാക്കണേന്ന്. ഈ ഒരു ജേർണിയിലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലത്തേ കൂടെ കയറി വന്നിട്ടുള്ള ആൾക്കാർ കാരണമാണ് അത് ബ്ലോക്ക് കൂടുതലുണ്ടായത്. കാരണം അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്കാർക്ക് അത് അറിയാത്തത് കൊണ്ട് തന്നെ അവർ വീണ്ടും വലത്തേ കൂടെ ഒരുപാട് ലൈൻസ് തന്നെ ഉണ്ടാക്കി. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നവർക്കോ ഇറങ്ങാനും പറ്റുന്നില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറാനും പറ്റുന്നില്ല. അങ്ങനത്തെ രീതിയിലാണ് ആ ബ്ലോക്ക് ഉണ്ടായത്. ഒരു ബാരിക്കേഡ് വെച്ചിട്ട് അവിടുത്തെ പോലീസല്ല, അവിടെ നാട്ടിലത്തെ പോലീസുകാർ തന്നെ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് ട്രാഫിക്. അവിടെയാണ് ഈ ബ്ലോക്ക് കൂടുതൽ ഉണ്ടാവാൻ കാരണം ഉണ്ടായത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലൂടെ കയറി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടെ നിർത്തിച്ചിട്ട് ലെഫ്റ്റിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. ഞങ്ങൾ മുകളിലേക്ക് എത്തിയപ്പോഴുള്ള കാഴ്ചയാണിത്. അവിടെ നിറയെ ബൈക്കുകളും കാറുകളുമാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരെ കൂട്ടിയിട്ട് കുറേ പാരൻസ് പോലും ഈ ഒരു സമയത്തുള്ള സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നന്ദി ഹിൽസ് എന്ന് പറയുന്നത് ചിക്കബല്ലാപൂർ എന്ന് പറഞ്ഞിട്ടുള്ള കർണാടകയിലെ ഒരു ജില്ലയിലുള്ള സ്ഥലമാണ്. അതായത് ബാംഗ്ലൂരിൽ നിന്നൊരു 60 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താലാണ് ഈ നന്ദി ഹിൽസിലേക്ക് എത്തുന്നത്. എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നതിൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം ഒരു ലക്ക് പോലെ ഇരിക്കും. നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണാൻ സാധിക്കും, ചിലപ്പോൾ അത് കാണാൻ സാധിക്കില്ല. ഞങ്ങൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ആ കോടയുടെ കാഠിന്യം നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ നല്ല കോടയോടെയാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. ഈ കുന്നിന് നന്ദി ഹിൽസ് എന്ന് എന്തുകൊണ്ടാണ് പേരെന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടൊരു ഫണ്ണി ഫാക്റ്റ് എന്ന് പറയുന്നത്, ഈ കുന്നിനെ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ ഉറങ്ങുന്ന കാളയുടെ പുറംഭാഗം പോലെയാണ് ഈ കുന്ന് കാണാനുള്ളത്. അതുകൊണ്ടാണ് ഇതിന് നന്ദി ഹിൽസ് എന്ന് പേര് വരാൻ കാരണം എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു കൂട്ടർ പറയുന്നത് 1300 ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലത്തിൽ ഒരു നന്ദിയായിരുന്നു പ്രതിഷ്ഠയായിട്ടുണ്ടായിരുന്നത്. ആ ഒരു നന്ദി ഉള്ള കുന്ന് എന്ന രീതിയിലാണ് നന്ദി ഹിൽസ് എന്നതിൽ പേര് വന്നതെന്നാണ് വേറൊരു ടീം ഓഫ് ആൾക്കാർ പറയുന്നത്. ഞങ്ങളിതിന് മുന്നേ നന്ദി ഹിൽസിൽ 2018 പോയിട്ടുള്ളത്. അന്ന് ചേട്ടൻ MSc പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ വന്നപ്പോൾ അത് ഒരു വീക്കെൻഡിൽ തന്നെ സൺഡേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു ഫോട്ടോൻ്റെ റീമേക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കാത്തിരിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം സൂര്യോദയം ഞങ്ങൾ കണ്ടില്ല. കാരണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് മഴയൊക്കെ തൂളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മഴ കാരണം കോട കൂടുതലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സൂര്യോദയം കാണാൻ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ കോടയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് കുരങ്ങന്മാരും എന്നും നമ്മൾ കുന്നുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ കുറച്ച് കുസൃതി നിറഞ്ഞ കുരങ്ങന്മാരെ നമ്മൾ കണ്ടു. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ നിന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും കുഞ്ഞ് സ്നാക്സൊക്കെ പിടിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. മുകളിൽ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാം. പിന്നെ ഇവിടുത്തെ നന്ദിനിയുടെ പ്രൊഡക്ട്സ് അത് ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ച ഐസ്ക്രീം ആണെങ്കിലും ഈ കോടയിൽ ആരെങ്കിലും ഐസ്ക്രീം കഴിക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കഴിക്കും. കാരണം ആ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ കഴിച്ച് താഴെ ഇറങ്ങിയപ്പോഴും
കോട കൂടിക്കൊണ്ടായിരിക്കുന്നത്, കുറഞ്ഞുകൊണ്ടല്ല ഇരിക്കുന്നത്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ കാലത്തൊരു 3 മണിക്ക് പോവുകയാണെങ്കിലും 8 മണിക്ക് പോവുകയാണെങ്കിലും ഇന്നലത്തെ ആൾക്കാർക്ക് സുഖമായിരുന്നു, അവരുടെ ഉറക്കമൊന്നും പോയിട്ടില്ല. 8 മണിക്ക് പോയാലും കാണുന്ന വിഷ്വൽസ് സെയിം ആയിരുന്നു. ആൻഡ് ദ സാഡസ്റ്റ് പാർട്ട്, ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന വണ്ടി ഒന്ന് നാശമായി. ക്ലച്ച് കരിഞ്ഞു പോയിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് വണ്ടി തിരിച്ചെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തു. ഓട്ടോ കഴിഞ്ഞ് ചിക്കബല്ലാപ്പൂർക്ക് നമ്മളൊരു ബസ്സിൽ കയറി. അവിടെ നിന്ന് വേറൊരു ബസ് കയറി ബാംഗ്ലൂർക്ക് വേണ്ടിയിട്ട്. പക്ഷെ ബാംഗ്ലൂരിൽ കയറിയ ആ ബസ്സിൻ്റെ ടയർ പൊട്ടിപ്പോയി. അങ്ങനെ കുറച്ച് ട്രാജിക്കായിരുന്നു തിരിച്ചു വരുന്ന ജേർണി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളൊരു 2 മണിയായിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്തിയപ്പം. ആൻഡ് നന്ദി ഹിൽസ് എന്ന് പറയുന്നത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും പോകാൻ വേണ്ടി. പക്ഷേ നമ്മൾ പോകേണ്ട കുറച്ച് സമയങ്ങളുണ്ട്. ഈ മഴക്കാലത്തൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, കാരണം നമുക്കത് എന്തായാലും കാണാൻ പറ്റില്ല. പിന്നെയെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒക്ടോബർ നവംബർ കാലഘട്ടങ്ങളിൽ പോകുന്നതായിരിക്കും. രാത്രി പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് തൃശ്ശൂരിലേക്ക് വരികയാണ്. സൂര്യ കണക്റ്റിൻ്റെ സ്ലീപ്പറിലായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.